ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം കാത്തിരുന്നിട്ടുള്ള കേട്ടറ്റ് എക്സാം ഇന്ന് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിൽ വന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനലൈസേഷൻ നടത്തിയത് കണ്ടിട്ടുണ്ടാകും. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി, അതുപോലെ അറബിക്കിൻ്റെ പാർട്ട് 1 ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് കാറ്റഗറി 3യുടെ അറബിക് പെഡഗോജിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം 30 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. മൊത്തത്തിൽ നമ്മൾ ആകെ കൂടെ ഈ 30 ക്വസ്റ്റ്യനെയും ഒരു അനലൈസ് ചെയ്യുന്ന സമയത്ത് വലിയ പാറ്റേണിലൊന്നും വലിയൊരു ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. സാധാരണ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയൊരു ഡിഫിക്കൽട്ടി ഒന്നും ക്വസ്റ്റ്യൻസിൽ കാണുന്നില്ല. ഒരു മീഡിയം, ഈസി ടു മീഡിയം ആ ഒരു ലെവലിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ശരിയുത്തരങ്ങൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് ബിയുടെ ചോദ്യ പേപ്പറാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും നിങ്ങൾക്കറിയാം ABCD 4 സെറ്റായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അപ്പോൾ സെറ്റ് ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാകും, ചോദ്യ നമ്പറുകളിൽ മാറ്റമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതേ ക്വസ്റ്റ്യൻസും എവിടെയാണ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ശരിയായിട്ടുള്ള ആൻസർ ആണോ നിങ്ങൾ സെലക്ട് ചെയ്തത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കൂടുതൽ അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് ബിയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ 121ാമത്തെ ക്വസ്റ്റ്യൻ, ഇഖ്തർ അത്തസ്രിഹ അസ്സഹിഹ മിനൽ ആത്തിയ. താഴെ തന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ എത്രയോ ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ കണ്ടിട്ടുള്ളതാണല്ലേ. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ ഈ രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ, യതഅല്ലമു തിഫ്ലു സഗീർ മിൻ ലഹ്ളത്തി വിലാദത്തിഹി. കുട്ടി എന്താണ്, തൻ്റെ വിലാദത്തിൻ്റെ, അതായത് തൻ്റെ ജനന സമയം മുതൽ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങുന്നുണ്ട്. സെക്കൻഡ് വൺ, തഅല്ലമ ലുഗത്തൻ സാനിയ. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് പഠിക്കുന്നത് അത് യജാലുഹു ത്വാലിബ് അക്സറു സഫീഹൻ. എന്താ സഫീഹ് എന്ന് പറഞ്ഞാല് വിഡ്ഢിയാക്കാം. സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നത് കുട്ടിയെ കൂടുതൽ വിഡ്ഢിയാക്കുന്നുണ്ട്. ആ പറഞ്ഞത് ശരിയാണോ? ഇപ്പോൾ നമ്മൾ എന്താ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷയ്ക്ക് പുറമെയുള്ള ഏതൊരു ലാംഗ്വേജിനെയും സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ആയാലും അറബിക് ആയാലും ഹിന്ദി ആയാലും ഇതൊക്കെ പഠിക്കുന്നതിലൂടെ കൂടിയിട്ട് ആ കുട്ടി എന്താവാണ്, വിഡ്ഢിയാവാണോ ചെയ്യുന്നത്? അല്ലല്ലോ, കൂടുതൽ അറിവുള്ളവനായിട്ട് അവൻ മാറുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സഖാഫത്തിനെ കുറിച്ചിട്ടും അവരുടെ ഉലൂമിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ അറിയുന്നതാണ്. അപ്പോൾ ആ ഒരു ഉത്തരം തെറ്റാണ്. നെക്സ്റ്റ്, ഇക്തിസാബുൽ ലുഗ ലാ യതഹഖഖു അൻ ത്വരീഖത്തി അൽ ബിഅത്തുൽ ഇജ്തിമാഇയ്യ. അതായത് ഇക്തിസാബുൽ ലുഗ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് അക്വിസിഷൻ, ഒരു ഭാഷാർജനം എന്ന് പറയുന്നത് നമ്മുടെ ബിഅത്തുൽ ഇജ്തിമാഇയ്യ സോഷ്യലായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ അത് പൂർത്തീകരിക്കാൻ സാധിക്കൂല. ഭാഷ എങ്ങനെയാണ് സാധാരണ പഠിക്കുക? സാമൂഹ്യപരമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ അല്ല നമ്മളൊക്കെ ഭാഷ ആർജിച്ചെടുക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞതും തെറ്റാണ്. കുല്ലു തസ്രിഹാത്ത് സ്വഹിഹ, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആ പറഞ്ഞതും തെറ്റാണ്. കാരണം ഈ 2 പ്രസ്താവനകളും തെറ്റായിരിക്കെ. അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവന, ഒരു കുട്ടി അവൻ്റെ ജനന സമയം മുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, പഠിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, 122ാമത്തെ ക്വസ്റ്റ്യൻ, മിൻ ഇലാജി അസ്സൗബാത്ത് താലീമിയ. ടീച്ചിങ്ങിൻ്റെ ഡിഫിക്കൽട്ടീസിൽ പെട്ടിട്ടുള്ളത് അതായത് ടീച്ചിങ്ങിൻ്റെ പ്രയാസങ്ങളെ ചികിത്സിക്കാൻ അതിന് റെമഡി ആയിട്ട് കാണാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? ഒന്ന്, ലഖബ ഫി ദാഖിലിൽ ഫസ്ൽ. അതായത് എന്താണ്, ക്ലാസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യുക, ശിക്ഷ നൽകുക. ദെൻ ഇജ്തിമാഉൽ ആബാ, അതുപോലെ രക്ഷിതാക്കളെയൊക്കെ മീറ്റിംഗ് വിളിക്കുക. ദെൻ അത്താവൻ ബൈനൽ മദ്രസ വൽ ആയില, സ്കൂളും കുട്ടികൾക്കും ഇടയിൽ ഒരു പരസ്പര സഹകരണം ഉണ്ടാക്കിയെടുക്കുക. ജമിയ മദക്ക, മുകളിൽ പറഞ്ഞത് എല്ലാം. അപ്പോൾ അവിടെ ടീച്ചിങ്ങിൻ്റെ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ലേണിങ്ങിൻ്റെ ഡിഫിക്കൽട്ടീസിന് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അവിടെ മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്നതോ അല്ലെങ്കിൽ കുട്ടികളെ ശിക്ഷിക്കുന്നതോ അതിനേക്കാളൊക്കെ ഏറ്റവും നന്നായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുട്ടികളും കുടുംബങ്ങളും തമ്മിൽ എന്താ ഒരു സഹകരണത്തോടു കൂടി ആ കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട്, പഠിക്കാൻ നന്നായിട്ട് കഴിയുന്ന കുട്ടിയായാലും കഴിയാത്ത കുട്ടിയായാലും ആ കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ ഒരു പരസ്പര സഹകരണമായിട്ടുള്ള ഒരു വർക്കിലൂടെ പോകുമ്പോഴാണ് ആ ഒരു ഡിഫിക്കൽട്ടിയെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചികിത്സിക്കാൻ പറ്റുന്നത്. ഓക്കെ, 123ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ലൈസത്ത് മിൻ ഖുതുവാത്തി ഇഅദാദിൽ ഇഖ്തിബാർ. ഇഖ്തിബാർ യാനി ടെസ്റ്റ് അല്ലേ.
ചെറിയ ടെസ്റ്റുകൾ പരീക്ഷകളൊക്കെ നടത്തും കുട്ടികൾക്കല്ലേ. അപ്പൊ ഒരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ സ്റ്റെപ്പിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ തഹദീദുൽ ഹദഫ്. നമുക്കറിയാം ഏതൊരു ടെസ്റ്റ് ഇതാക്കുകയാണെങ്കിലും അതിനൊരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഗോള് സെറ്റ് ചെയ്യണം അല്ലെ. ഏതൊരു ടെസ്റ്റിലും ആ കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പാരഗ്രാഫ് എഴുതാൻ അറിയോ, ആ കുട്ടിക്ക് കവിത രചിക്കാൻ അറിയോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ അറിയോ, അക്ഷരങ്ങൾ കൃത്യമായിട്ട് അറിയോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടായിരിക്കും ഓരോ ടെസ്റ്റ് നടത്തുമ്പോഴും. അപ്പൊ ഗോൾ സെറ്റ് ചെയ്യണം. ദെൻ തസ്മീമുൽ ഇഖ്തിബാർ, ഒരു ടെസ്റ്റിനെ ഡിസൈൻ ചെയ്യണം. ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ആ ടെസ്റ്റിൽ പലതരത്തിലുള്ള ഈസി ക്വസ്റ്റ്യൻസ് വേണം, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വേണം, മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വേണം, അതുപോലെ തന്നെ പാരഗ്രാഫ് ഒക്കെ എഴുതാൻ പറ്റുന്നത് വേണം. അങ്ങനെ ഓരോ ഇതുണ്ടാവുമല്ലോ. ആ രീതിയിൽ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നതും ടെസ്റ്റ് പ്രിപ്പറേഷനിലെ ഒരു സ്റ്റെപ്പാണ്. ദെൻ തുബാതുൽ അസ്ഇല, എന്താണ് ക്വസ്റ്റ്യന് പ്രിന്റ് ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് എല്ലാ എക്സാമിലും ക്വസ്റ്റ്യൻ പ്രിന്റ് ചെയ്യുക എന്നുള്ളതല്ല എന്ത് വരുന്നത്, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ കേട്ടറ്റ് എക്സാമിൽ എന്ന് പറഞ്ഞാൽ അവിടെ ക്വസ്റ്റ്യൻസ് പ്രിന്റഡ് ആയിട്ട് കൊടുക്കണം, എന്നാലേ കുട്ടികൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അതേസമയം നമ്മളൊരു ഓറൽ ടെസ്റ്റ് ആണ് നടത്തുന്നതെങ്കിൽ അവിടെ, അല്ലെങ്കിൽ വൈവ ആണ് നടത്തുന്നതെങ്കിൽ അവിടെ പ്രിന്റഡ് ക്വസ്റ്റ്യൻസിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ ആയിട്ട് നടത്തുകയാണെങ്കിൽ അവിടെ പ്രിന്റഡ് ക്വസ്റ്റ്യൻസിന്റെ ആവശ്യമില്ല. ഓക്കെ. ദെൻ തൻഫീദുൽ ഇഖ്തിബാർ, ഇഖ്തിബാർ തൻഫീദ് ചെയ്യുക, അതായത് എക്സിക്യൂട്ട് ചെയ്യുക, അതായത് ആ ഒരു പരീക്ഷ നടത്തുക എന്നുള്ളത്. അതൊക്കെ എന്താണ്, പരീക്ഷ നടത്തുന്നതിന്റെ സ്റ്റെപ്പുകളിൽ പെട്ടതാണ്. അതിൽ തുബാത്തുൽ അസ്ഇല അതിന്റെ ഒരു സ്റ്റെപ്പായിട്ട്, മെയിൻ സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റൂല. ഓക്കെ. ദെൻ 124ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ലൈസത്ത് മിൻ മഹാറത്ത് തഹദ്ദുസ്. മഹാറത്തു തഹദ്ദുസ് യാനി സ്പീക്കിംഗ് സ്കില്ല്. സ്പീക്കിംഗ് സ്കില്ലിൽ പെടാത്തത് ഏതാണ്? തഹ്സീനുൽ ഖുവ്വത്തുൽ ലഫ്ളിയ്യ. സ്പീക്കിംഗ് സ്കില്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരിക്കാനുള്ള ആ ഒരു ശേഷി, അതിൽ പെടാത്തത് തഹ്സീനുൽ ഖുവ്വത്തുൽ ലഫ്ളിയ്യ, അതായത് പദങ്ങളൊക്കെ പ്രയോഗിക്കാനുള്ള ആ ഒരു ശക്തി, അത് നന്നാക്കുക, നന്നായിട്ട് പദങ്ങളൊക്കെ പ്രയോഗിക്കാൻ പറ്റുക സംസാരത്തിൽ. അതൊരു മഹാറത്ത് തഹദ്ദുസിൽ പെടുന്നതല്ല, ഒരു സ്പീക്കിംഗ് സ്കില്ലിൽ പെടുന്നതാണ്. രണ്ടാമത്തേത് അദമു യഅ്തിബാറുൽ മുതഹദ്ദസ്. മുതഹദ്ദസ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആളെ പരിഗണിക്കാതിരിക്കുക, അത് സ്പീക്കിംഗ് സ്കില്ലിൽ പെടുന്നതല്ല. ദെൻ ഇഅ്തിബാർ വഖ്തു തഹദ്ദുസ്, അതുപോലെ സംസാരിക്കുന്ന ആ ഒരു ടൈം അത് മാനേജ് ചെയ്യുക. ദെൻ അത് പരിഗണിക്കുക, അതായത് ഒരു കൃത്യമായ ടൈമിന്റെ ഉള്ളിൽ കൃത്യമായ ആശയം പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. ദെൻ ഇസ്തിഖ്ദാമുൽ ലുഗത്തുൽ ഖാസ്സ, അത് പ്രത്യേകമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക, അതായത് ഓരോന്നിനും ഓരോ ഭാഷകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ക്ലാസ് എടുക്കാനാണെങ്കിൽ അതിനൊരു ലാംഗ്വേജ് ഉണ്ടായിരിക്കും. ഇനി നമ്മളൊരു സാഹിത്യപരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ അതിനൊരു ലാംഗ്വേജ്, ഓരോ കാര്യത്തിനും ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യം സംസാരിക്കുകയാണെങ്കിൽ അതിനൊരു ലാംഗ്വേജ്, അങ്ങനെ ഓരോന്നിനും പറ്റിയ പ്രത്യേക ഭാഷകൾ ഉപയോഗിക്കുക. ഇതൊക്കെ തന്നെ എന്താണ്, സ്പീക്കിംഗ് സ്കില്ലിൽ പെടുന്നതാണ്. അതേസമയം സ്പീക്ക് ചെയ്യുന്ന ആളെ, സംസാരിക്കുന്ന ആളെ പരിഗണിക്കാതിരിക്കുക അല്ലെങ്കിൽ അയാൾക്ക് പരിഗണന നൽകാതിരിക്കുക എന്ന് പറയുന്നത് അതിൽ പെടുന്നതല്ല. നെക്സ്റ്റ് മസിയത്തു അത്തഅല്ലും അൻ ബുഅദ്. അത്തഅല്ലും അൻ ബുഅദ് യാനി ഡിസ്റ്റൻസ് ലേണിംഗ്. ഡിസ്റ്റൻസ് ലേണിങ്ങിന്റെ പ്രത്യേകത എന്താ? ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ ഇരുന്നിട്ട് സ്ഥലമോ കാലമോ ആയിട്ടുള്ള യാതൊരു ബൗണ്ടറീസും ഇല്ലാതെ പഠിക്കുന്നതിനെയാണ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നത്. സ്ഥലപരിമിതി എന്തായാലും അതിലുണ്ടായിരിക്കില്ല. ചില സമയത്ത് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ ആണെങ്കിൽ അതിനൊരു ടൈമിന്റെ പരിമിതി ഉണ്ടായിരിക്കും. അതല്ലാത്ത റെക്കോർഡിംഗ് ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഡിസ്റ്റൻസ് ലേണിങ്ങിൽ പെടുന്നതാണ്. ഓക്കെ. അപ്പൊ ഡിസ്റ്റൻസ് ലേണിങ്ങിന്റെ പ്രത്യേകതയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ മബ്ദഉ ഹദിയത്തു തഅല്ലും, എന്താണ്, പഠിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതിന്റെ ഒരു പ്രിൻസിപ്പിള് വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡിസ്റ്റൻസ് ലേണിംഗ്. കാരണം ആർക്കും എവിടെ വെച്ചും ഏത് സമയത്തും അയാൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ദെൻ അൽ ഇത്തിസാൽ ദൂനൽ വസാഇതിൽ ഇലക്ട്രോണിയ, ഇലക്ട്രോണിക് മീഡിയാസുകൾ ഉപയോഗിക്കാതെ കമ്മ്യൂണിക്കേഷൻ നടത്താം. അതൊരു ഡിസ്റ്റൻസ് ലേണിങ്ങിൽ പോസിബിൾ അല്ല അല്ലേ. ഡിസ്റ്റൻസ് ലേണിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും അവിടെ ആരാവശ്യമുണ്ട്, ഒരു ഇലക്ട്രോണിക് മീഡിയ അവിടെ ആവശ്യമുണ്ട്. ദെൻ മുത്തഖാറിബുൻ ഫി സമാൻ വൽ മക്കാൻ, അതായത് സ്ഥലത്തെയും കാലത്തെയും എന്ത് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നു. അത് ആവശ്യമില്ലല്ലോ. സ്ഥലമോ കാലമോ നമുക്ക് എന്തില്ല, അവിടെ ആവശ്യമില്ല. അല്ല അവ്വൽ വസാനി മാൻ, ഒന്നും രണ്ടും ഒരുമിച്ച്. അവിടെ കൂടുതൽ ആൻസറിന് ഒരു സാധ്യത കൂടുതൽ കാണുന്നത് മബ്ദഉ ഹദിയത്തു തഅല്ലും എന്ന് പറയുന്നതാണ്. കുറെ കൂടി ഒരു ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇഖ്തിറാ സ്വഹീഹ് അൻ മഹാറത്തി തൽഖിൽ അസ്ഇല.
മഹാരത്ത് തൽഖൽ അസ്ഇല ഇൽഖാഉൽ അസ്ഇല അല്ലെ, ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു സ്കില്ല്, അതിനെ കുറിച്ചിട്ടുള്ള ശരിയായ ഓപ്ഷൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ തഅസീറുൽ ഇജാബാത്ത് സഹിഹ, അതായത് നല്ല ശരിയായിട്ടുള്ള ആൻസറുകളെ തഅസീസ് പരിപോഷിപ്പിക്കുക. സെക്കൻഡ് വൺ അസ്സുഖറിയ മിൻ ഇജാബത്തി ത്വാലിബ്, കുട്ടികളെ ആൻസർ ചെയ്യുമ്പോൾ അവരെ പരിഹസിക്കുക, അതൊരു നെഗറ്റീവ് അല്ലേ. യമുല്ലു തുല്ലാബ് അലൽ ഇജാബ, കുട്ടികൾക്ക് ഉത്തരം പറയാൻ മടുപ്പുണ്ടാക്കുക. കുല്ലുൻ സഹി, എല്ലാം ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ് എന്നുള്ള അവിടെ തെറ്റാണ്, കാരണം ഇത് രണ്ടും നെഗറ്റീവായ ഒരു കാര്യമാണ് പറയുന്നത്, എന്നാൽ ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ നല്ല ശരിയായിട്ടുള്ള നല്ല നല്ല ആൻസറുകൾ കുട്ടികളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ സാധിക്കും. അതാണ് അവിടെ ശരിയായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൽ കലിമൽ മുആദില ലി മുസ്തവ അൽ ഖുദ്റത്തുൽ ഹാലിയ, മുസ്തവ അൽ മഖ്ദിറത്തുൽ ഹാലിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് തിയറിയിലാണ് പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? അന്നളരിയ അൽ ബനാഇയ, കൺസ്ട്രക്റ്റീവ് തിയറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടിട്ടും 3 ലെവലിലാണ് നിൽക്കുന്നത്. ഏതൊക്കെയാണ്? ആ കുട്ടിക്ക് എന്തുണ്ടായിരിക്കും? കറന്റ് എബിലിറ്റി ലെവൽ അല്ലേ, ആ കുട്ടിക്ക് അവൻ്റെ കയ്യിലുള്ള കഴിവ് ഉള്ള ഒരു ലെവൽ ഉണ്ടായിരിക്കും. ദെൻ മുൻതഖത്ത് തതവ്വുറുൽ ഖരീബ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് സോൺ ഓഫ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്കൊക്കെ എത്തുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മുസ്തവൽ ഖുദ്റത്തുൽ ഹാലിയ എന്ന് പറഞ്ഞതിൻ്റെ ഇത് വരുന്നത് കറന്റ് എബിലിറ്റി ലെവൽ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ 128 മിൻ ഉയൂബി അൽ ഖിറാഅത്തു സ്വാമിത, ഖിറാഅത്തു സ്വാമിത എന്നാണ് അവിടെ ഒരു ലെറ്റർ പോയിട്ടുണ്ട്. അപ്പോൾ സൈലന്റ് റീഡിങ്ങിൻ്റെ നെഗറ്റീവിൽ പെടുന്നത്, അതിൻ്റെ ന്യൂനതകളിൽ പെട്ടത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു എന്താ പറയുക, നേരെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഒന്ന് വളഞ്ഞിട്ട് ചോദിച്ചതാണ് സൈലന്റ് റീഡിങ്ങിൻ്റെ ന്യൂനതയിൽപ്പെട്ടത്. ഒന്ന് ഇക്തിഷാഫു അൽ ഉയൂബ് ബിൻ നുത്ഖ്, എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്ന സംസാരത്തിൽ കുട്ടിയുടെ പ്രൊണൗൺസിയേഷനിലൊക്കെ ഉണ്ടാവുന്ന ന്യൂനതകൾ കണ്ടെത്താൻ പറ്റും. ആ ന്യൂനതകൾ കണ്ടെത്താൻ പറ്റുന്നത് എപ്പോഴാണ്? സൈലന്റ് റീഡിങ് സാധിക്കൂലല്ലോ, അത് ലൗഡ് റീഡിങ്ങിലാണ് സാധിക്കുന്നത്. അന്നുത്തഖ ബിഷക്കിലിൻ സഹീഹ്, ശരിയായ രൂപത്തിൽ പ്രൊണൗൺസ് ചെയ്യാൻ കുട്ടി പഠിക്കുന്നത് ഏതിലാണ്? അത് ലൗഡ് റീഡിങ്ങിലാണ് അല്ലെ. റഹബത്ത് തഹദ്ദുസ് അമാമ ജമാഅത്ത്, ഒരു ടീമിന്റെ മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു പേടി കുട്ടിക്ക് ഉണ്ടാകുന്നത് അത് സൈലന്റ് റീഡിങ് ഉള്ള കുട്ടിക്കാണെന്ന് പറയുന്നു. ദെൻ ഹസ്നുൽ ഇൽഖാ അമാമ ജമാഅത്ത്, ഒരു ടീമിന്റെ മുന്നിൽ നിന്നിട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുക, അതും എന്താണ്, അതൊക്കെ എന്താണ് നമുക്ക് ഒരു ലൗഡ് റീഡിംഗ് ഉള്ള കുട്ടിക്കാണെന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇത് 3ൽ നിന്നും വ്യത്യസ്തമാണ് സൈലന്റ് റീഡിങ്. ഓക്കെ, 3ഉം പോസിറ്റീവാണ്, ഇത് മാത്രം നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആൻസർ അതായിട്ടാണ് വരുന്നത്. ദെൻ അൽ കലിമ കൺസ്ട്രക്റ്റിവിസം മുഷ്തഖ മിനൽ അസ്ൽ, ലാറ്റിൻ വേർഡിൽ നിന്നാണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇഖ്തർ മാല യുവാഫിഖ് മഅ നളരിയ അൽ ഖവായിദുൽ ആലമിയ, യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയുമായിട്ട് യോജിക്കാത്തത്. ഓക്കെ, മാല യുവാഫിഖ്, യോജിക്കാത്തത് ഏതാണ്? എന്താണ്? അൽ ലുഅ തൂലദു മഅ വിലാദത്തിൽ ഇൻസാൻ, എന്താണ്? ഒരു മനുഷ്യന്റെ ജനനത്തോടൊപ്പമാണ് ഒരു ഭാഷ ജനിക്കുന്നത്. അത് ആര് പറയുന്നുണ്ട്? യൂണിവേഴ്സൽ ഗ്രാമർ തിയറി പറയുന്നത് എന്താണ്? ഓരോ ആളും ജനിക്കുന്നതോടൊപ്പം അയാൾക്ക് എന്താണ് ആ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള കഴിവുകൾ അവനിൽ എന്താണ് വളരെ ഫിത്തരിയായിട്ട് നാച്ചുറലി ആയിട്ട് അവനിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവൻ്റെ ചുറ്റുപാടിൽ നിന്നാണ് ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത്, ആർജിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സൽ ഗ്രാമർ തിയറി പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന ഒരു പ്രിൻസിപ്പിളാണത്. അതുപോലെ തന്നെ അൽ ഫിത്തരിയ വാലമിയ, അതുപോലെ തന്നെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലോകത്ത് നാച്ചുറലായിട്ട് എല്ലാവർക്കും പ്രകൃതിപരമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് ലാംഗ്വേജിനുണ്ട്. അപ്പം നാച്ചുറലാണ്, അതുപോലെ തന്നെ എന്താണ് ആലമിയായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒരു കഴിവുള്ളതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുപോലെ എഷ്തരിക്കു കുല്ലൽ ബഷർ ബീംതിലാക്കി ഖവായിദുൻ ലവിയ, എല്ലാ മനുഷ്യരും ലാംഗ്വേജിൻ്റെ അടിസ്ഥാന നിയമങ്ങളുണ്ട്, അത് കൈക്കൊണ്ടുകൊണ്ടാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, എല്ലാവർക്കും ആ ഒരു കഴിവുണ്ട് എന്നുള്ളത് ഇവർ പറയുന്ന 3 മെയിൻ ആയിട്ടുള്ള തിയറീസാണ് നമ്മൾ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അതേസമയം തെക്കൂനു ലുഗ മുഹദ്ദിദ, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറിൻ്റെ ഉള്ളിൽ പരിമിതപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. തെറ്റാണ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതിന് പരിധിയില്ല അല്ലേ,
അപ്പോൾ അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 131 ചോദിക്കുന്നത് അൽ മുനാലറ നൗമിൻ. മുനാലറ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംവാദമൊക്കെ പോലത്തെ ആ ഒരു ഇതിനാണ് മുനാലറ എന്ന് പറയുന്നത്. അത് ഇസ്തിമാ ആണോ, ഹിവാറാണോ, കിതാബത്താണോ, ഖിറാഅത്താണോ? മുനാലറ സംവാദമൊക്കെ നടക്കുന്നത് നമുക്കറിയാം, അവിടെ ഹിവാറാണ്, കോൺവെർസേഷൻ ആണ് കാര്യമായിട്ട് നടക്കുന്നത്. ഒരു ടീം പറയുന്നു, അടുത്ത ടീം പറയുന്നു, ഈ ഒരു രീതിയിലാണ് വരുന്നത്. ദെൻ ഇഖ്തർ അത്തസ്രീഹ് അൽ ഖാത്തി അൻ ഖസായിസി അൽ മൻഹജു ദിറാസി. സിലബസിന്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവന. സിലബസിനെ കുറിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവന എന്താണ്? അൽ മൗദൂആത്ത് വാളിഹ ലിത്തുല്ലാബ്. ആ ഒരു കരിക്കുലം അല്ലെങ്കിൽ ആ ഒരു സിലബസിലെ വിഷയങ്ങൾ കുട്ടികൾക്ക് വ്യക്തമാണ്. ഒരു പോസിറ്റീവ് അല്ലേ? ദെൻ അസ്സുഹൂല ലിൽ ഖാബിലിയ. നല്ലൊരു ഒബ്സർവബിലിറ്റി ഒക്കെ ഉള്ള, നല്ല മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള, നല്ല ഈസി ആയിട്ടുള്ള, വ്യക്തമായിട്ടുള്ളതാണ്. അതൊരു പോസിറ്റീവാണ്. ദെൻ റബ്തുൽ കിതാബ വൽ ഖിറാഅ റായിഅ. അതായത് എഴുത്തും വായനയൊക്കെ നല്ല ഭംഗിയായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു പോസിറ്റീവ് ടേമാണ്. അതേസമയം അത്തഖീദുൽ മാനവി, ആശയങ്ങൾ വളരെ കെട്ടിക്കുടുക്കിയിട്ടുള്ള, പ്രയാസപ്പെടുത്തുന്നതാണ്. അതൊരു നെഗറ്റീവ് ടേമാണ്. സോ അതായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. ദെൻ റായിദു ഖവായിദു ലോത്തുൽ ആലമിയ. നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയുടെ നേതാവ് നോം ചോംസ്കി ആണ്. ഓക്കെ, ഹവാർഡ് ഗാർഡനർ വരുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയാണ്. പിയാഷെ കോഗ്നിറ്റീവ് തിയറി, ബ്രൂണറൊക്കെ അതിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് മിമ്മല യുലഇം ബിഖുതുവാത്തി തഅലീം അൽ ഇലാജി. റെമഡിയൽ ടീച്ചിങ്ങിന്റെ സ്റ്റെപ്പിൽ യോജിക്കാത്തത്, റെമഡിയൽ ടീച്ചിങ്ങിന്റെ സ്റ്റെപ്പിൽ വരാത്തത്. മുവാഫഖത്തുൽ ഇദാറ, മാനേജ്മെന്റിനോട് യോജിക്കണം. തഹ്ദീദു സുലൂക്ക്, കുട്ടിയുടെ ബിഹേവിയർ എന്താണ് എന്നുള്ളത് നിർണ്ണയിക്കണം. അതായത് കുട്ടിക്ക് ഏതൊരു ബിഹേവിയറിലാണ് കുട്ടിക്ക് റെമഡിയൽ ടീച്ചിങ് കൊടുക്കേണ്ടത് എന്നുള്ളത് അവിടെ നോക്കണം. ദെൻ അത്തഖീം, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. വലാ അഹ്ദാഫുൻ മുലായിമ, യോജിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകൾ വെച്ച് കൊടുക്കണം. ഇതെല്ലാം തന്നെ താലീമുൽ ഇലാജിന്റെ സ്റ്റെപ്പിൽ വരുന്നതാണ്. അതേസമയം മാനേജ്മെന്റ് തീരുമാനിക്കുന്ന റെമഡിയൽ ടീച്ചിങ് കൊടുക്കുക, അതൊന്നും എന്തല്ല. മാനേജ്മെന്റ് എന്ന് പറയുന്ന ആൾക്ക് എന്തില് റോളില്ല, ടീച്ചിങ്ങിലോ ലേണിങ്ങിലോ റോളില്ല എന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, മിൻ അഹമ്മിയത്തിൽ വസാഇൽ സമഇയ്യ വൽ ബസ്വരിയ. ഓഡിയോ വിഷ്വൽ ഡിവൈസിന്റെ ഇമ്പോർട്ടൻസിൽ പെട്ടത് ഏതാണ്? എന്താ ഓഡിയോ വിഷ്വൽ എന്ന് പറഞ്ഞാൽ കേൾക്കാനും കാണാനും സാധിക്കുന്ന മീഡിയകൾ അല്ലെ. അപ്പൊ അതെന്താണ്? തഖലീലു ഖിബ്റാത്തുൽ മുതഅല്ലിം, കുട്ടിയുടെ എക്സ്പീരിയൻസിനെ കുറയ്ക്കുന്നു. തനാഫുർ ഇന്തിബാഹുൽ മുതഅല്ലിം, കുട്ടിയുടെ ശ്രദ്ധയെ വഴിതിരിക്കുന്നു. ഇഖ്തിസാദുൽ വഖ്ത്, അതുപോലെ ടൈം കൂടുതൽ എന്ത് ചെയ്യുന്നു, അവൈലബിൾ ആക്കാൻ പറ്റുന്നു. കൂടുതൽ ടൈം എളുപ്പമാക്കുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ കുറഞ്ഞ ടൈം കൊണ്ട് കുട്ടിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുല്ലുൻ സഹി, എല്ലാം ശരിയാണ്. അപ്പോൾ വസൈൽ സമയൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇഖ്തിസാദുൽ വഖ്ത്, ടൈം കൂടുതൽ കുട്ടിക്ക് പെട്ടെന്ന് നമുക്ക് കുറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ബാക്കിയെല്ലാം എന്താണ് അതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ബാക്കി ഇഖ്തർ അൽ അസ്യഹ്, അസ്ബഹ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, അസ്യഹ് എന്നാണ് കേട്ടോ ഏറ്റവും ശരിയായിട്ടുള്ള ആൻസർ. അനിൽ ഖുതുവാത്ത് അല്ലത്തി ഉജ്രിയത്ത് ഫിൽ ഫസ്ൽ ലിത്തുല്ലാബ് ദവിൽ ഇഹ്തിയാജാത്തിൽ ഖാസ. സ്പെഷ്യൽ നീഡ്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സിൽ നടത്തുന്ന സ്റ്റെപ്പിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് ഏതാണ്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാലും പലതരം പ്രയാസങ്ങൾ, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒക്കെ പലതരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അവരാണ് ദവിൽ ഇഹ്തിയാജാത്തുൽ ഖാസ, സ്പെഷ്യൽ നീഡുള്ള, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ക്ലാസ്സിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അൽ വസാഇൽ തഅലീമിയൽ ഖാസ, എന്താണ് പ്രത്യേകമായിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കുക. അൽ മദ്രസ ഖാസ, അവരെ സ്പെഷ്യൽ സ്കൂളിൽ പറഞ്ഞേക്കുക. അദ്ദഅമുൽ ഇഖ്തിസാദി, അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുക. മുഖായിം മുൻഫസില ഫി ദാഖിലിൽ ഫസൽ, അതുപോലെ തന്നെ ക്ലാസ്സിന്റെ ഉള്ളിൽ നിന്ന് വേറിട്ടിട്ടുള്ള, അവരെ അതായത് ക്ലാസ്സിൽ നിന്ന് നിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. നമുക്കറിയാം അത്തരത്തിലുള്ള കുട്ടികളെയും നമ്മുടെ ക്ലാസ് മുറിയോട് ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കണം ടീച്ചിങ് ഉണ്ടാവേണ്ടത്. അതുപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ചിട്ടാണ് കുട്ടികളെ നമ്മൾ ടീച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് ഏതാ വരിക? സ്പെഷ്യൽ ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ്, ഓരോ കുട്ടിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിച്ചിട്ട് അവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ലേണിംഗ് തിയറീസ് ടീച്ചറോട് ആവശ്യപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാ യുഅ്തബർ ഇൻദ സിയാത്തി നവാതിജ് തഅല്ലും. ലേണിംഗ് ഔട്ട്കം രൂപീകരിക്കുന്നതിൽ നമ്മൾ പരിഗണിക്കേണ്ടാത്ത
പരിഗണിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യം ഏതാണ്? നമുക്കറിയാം ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് കിട്ടണം, അതാണ് അവിടുത്തെ കിട്ടണം എന്നുള്ളതാണ്, എന്ത് കിട്ടണം എന്നുള്ളതിനെയാണ് ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ ആ ലേണിംഗ് ഔട്ട്കം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അത് കിട്ടും. അപ്പം അത് രൂപീകരിക്കുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ പരിഗണിക്കേണ്ടാത്തത്? വക്തുൻ മുഹദ്ദദ്, ഒരു നിർണിതമായ ടൈം, ലിമിറ്റഡ് ടൈം എന്നുള്ളത് ഏത് കാര്യം പഠിപ്പിക്കാനും എത്ര സമയം വേണം അത് നമ്മൾ പരിഗണിക്കണം അല്ലേ. ദെൻ വാഖിഅയ്യൻ, റിയൽ ആയിട്ട് അവർക്ക് എങ്ങനെ അത് അവതരിപ്പിച്ചു കൊടുക്കാം. ദെൻ ഖാബിലിയ ലിൽ മുലാഹള, നല്ല ഒബ്സർവബിലിറ്റിയിലൂടെ അവർക്കത് എങ്ങനെ പറഞ്ഞു കൊടുക്കാം. ലുഗത്തുൻ അദബിയ, സാഹിത്യപരമായ ഭാഷ എന്നുള്ളത് അവിടെ അത്രയധികം എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. എന്നാൽ അതേസമയം ഈ കാര്യങ്ങളൊക്കെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിഗണിക്കുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ത്വരീഖ തഖൂമു അലാ അർദുൽ ഖായിദ അവലൻ സുമ്മൽ അംസില, ഒരുപാട് തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ആദ്യം തിയറി, പിന്നെ എന്ത് ചെയ്യുന്നു, എക്സാമ്പിൾ. ഈ ഒരു രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ് അല്ലെ, ടീച്ചിങ് മെത്തേഡ് ഏതാണ്? അപ്പോൾ തിയറി ജനറൽ ടു സ്പെസിഫിക് അല്ലെങ്കിൽ തിയറി ടു എക്സാമ്പിൾ എന്ന് പോകുന്നത് ഏതാണ്? ത്വരീഖത്തുൽ ഡിഡക്റ്റീവ് മെത്തേഡാണ് ആ രീതിയിൽ പോകുന്നത്. അംസിലയിൽ നിന്ന് ഖായിദയിലേക്കാണെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡും, ഖായിദയിൽ നിന്ന് അംസിലയിലേക്കാണെങ്കിൽ ഡിഡക്റ്റീവ് മെത്തേഡും ആണ് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് ആൻസറുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ്യ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് മെത്തേഡാണ്, ത്വരീഖത്തുൽ ഖിയാസിയ എന്ന് പറഞ്ഞാലും ത്വരീഖത്തുൽ ഇസ്തിൻബാത്തിയ എന്നും ഡിഡക്റ്റീവ് മെത്തേഡിന് യൂസ് ചെയ്യാറുണ്ട്. ത്വരീഖത്തുൽ ഹല്ലുൽ മുഷ്കില പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ്. അപ്പോൾ ത്വരീഖത്തുൽ ഖിയാസിയ അല്ലെങ്കിൽ ത്വരീഖത്തുൽ ഇസ്തിൻബാത്തിയ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. രണ്ടും ഡിഡക്റ്റീവ് മെത്തേഡിന് പറയാറുള്ള പേരുകളാണ്. ഓക്കെ, നെക്സ്റ്റ് മിമ്മല യുരീദു ബിത്താലീം അശ്ശാമിൽ ലിൽ ജമിയ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. നമുക്കറിയാം വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള സ്റ്റുഡൻസിനെ ഒരൊറ്റ ക്ലാസ് റൂമിൽ ഇരുത്തി പഠിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഉദ്ദേശിക്കാത്തത് ഏതാണ്? തുറുഖു തദ്രീസുൻ മുനാസബ, യോജിച്ച്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കും സ്പെഷ്യലായിട്ട് കുട്ടിയെ മാറ്റി നിർത്തിയിട്ട് എന്നുള്ള അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്നുള്ള കാര്യത്തിനെ പൂർണ്ണമായും എതിർക്കുന്ന ഒന്നാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ തുറുഖു തദ്രീസുൻ മുനാസബ, യോജിച്ച ടീച്ചിങ് മെത്തേഡ് അല്ലെ, ഓരോ കുട്ടിക്കും യോജിച്ച ടീച്ചിങ് മെത്തേഡ് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഉപയോഗിക്കണം. തസ്മീം അൽ ബറാമിജ് സുലൂക്കിയ, ബിഹേവിയറൽ ആയിട്ടുള്ള നല്ല പ്രോഗ്രാംസ് ഒക്കെ ഡിസൈൻ ചെയ്യണം. കുട്ടിയുടെ ബിഹേവിയറിനൊക്കെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള നല്ല പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ കൊടുക്കണം. ഓക്കെ. അൽ മുഷാറക ഫി ജമിഅ അഅ്മാലിൽ മദ്രസിയ, സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിലും എന്ത് ചെയ്യണം? പങ്കെടുക്കണം. അതൊക്കെ നല്ല കാര്യമാണ്. മദ്രസ ഖാസിയ വ മുഅല്ലിമുൻ ഖാസൻ അല്ലേ, സ്പെഷ്യൽ സ്കൂൾ സ്പെഷ്യൽ ടീച്ചർ. ഈ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എതിർക്കുന്നതാണ്. സോ ആൻസർ 139 ഡി ആണ്. നെക്സ്റ്റ് 140 അൽ ഇഖ്തിബാറാത്ത് വസീല ഗൈറ മുനാസബ ലിത്വാലിബ് മിൻ അജലി തഅല്ലും ഹാദ തസ്രീഹ്, ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ആ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് പറയേണ്ടത്. അൽ ഇഖ്തിബാറാത്ത് ടെസ്റ്റുകൾ, എക്സാമ്പിളുകളൊക്കെ നടത്തുന്നത്, ടെസ്റ്റുകൾ വസീല ഗൈറ മുനാസബ ലിത്വാലിബ്, കുട്ടിക്ക് യോജിക്കാത്ത ഒരു മീഡിയയാണ്, മാധ്യമമാണ്. മിൻ അജലി തഅല്ലും, അത് കുട്ടിക്ക് പഠിക്കാൻ യോജിക്കാത്ത അനുയോജ്യമല്ലാത്ത ഒരു മാധ്യമമാണ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം പഠനത്തിന് ഇതാക്കുന്നുണ്ടെന്ന്. കാരണം കുട്ടിക്ക് എന്ത് കിട്ടി, എന്ത് കിട്ടിയില്ല, കുട്ടിയുടെ കഴിവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ടീച്ചർക്കും കുട്ടിക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ബോധ്യമാകുന്നത് തീർച്ചയായിട്ടും എന്തിലൂടെയാണ്? ഇഖ്തിബാറാത്തിലൂടെയാണ്. അപ്പോൾ അതവിടെ ഗൈറ മുനാസബ, അനുയോജ്യമല്ല എന്ന് പറയാൻ പാടുള്ളതല്ല. സോ ഖത്ത്, അത് തെറ്റാണ് ആ പ്രസ്താവന. നെക്സ്റ്റ് ഇഖ്തറ തസ്രീഹ് അൽ ഖാത്തി മിനൽ ആത്തിയ, താഴെ തന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന തെരഞ്ഞെടുക്കാൻ. എന്താണ് ഒന്നാമത്തെ പ്രസ്താവന? പറയുന്നു യു അദ്ദി അൽ മുഅല്ലിം ദൗറുൽ മുർഷിദീൻ, എന്താണ് അധ്യാപകന് ഒരു മുർഷിദ് അതായത് ഒരു ഗൈഡിന്റെ റോളാണ് ഒരു അധ്യാപകന് എടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ പഠന രീതി പറയുന്നത് അധ്യാപകൻ കുട്ടിക്ക് എന്താണ് ഒരു ഗൈഡായിട്ട് മാത്രം നിന്ന് കൊടുക്കണം എന്നുള്ളതാണ്. അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരെ നയിക്കാനുള്ള ഒരു ഗൈഡായിട്ട് നിന്ന് കൊടുക്കണം. ദെൻ യഹ്ഫസുൽ മുഅല്ലിം യഹ്ഫസുൽ മുഅല്ലിമൂനത്തുല്ലാം, അതുപോലെ തന്നെ കുട്ടികളെ എന്ത് ചെയ്യും? നമ്മൾ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം അധ്യാപകർ. ദെൻ അത്തഅല്ലും അൽ മുതമർക്കിസ് എന്നൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത്തഅല്ലും അൽ മുതറക്കിസ് ഹൗല ത്വാലിബ് ജയ്യിദുൻ, അതുപോലെ കുട്ടിയെ തർക്കുസ് ചെയ്തിട്ട് കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ള ലേണിംഗ് ആണ് നല്ലത്.
ഹാലിയൻ അത്താലും മുതറക്കിസുൻ ഹൗലൽ മുഅല്ലിം. ഇപ്പോൾ കറന്റ്ലി നമ്മുടെ ലേണിംഗ് നടക്കുന്നത് മുതറക്കിസുൻ ഹൗലൽ മുഅല്ലിം, ടീച്ചർ സെൻട്രിക് ആയിട്ടാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ വിദ്യാഭ്യാസം ടീച്ചർ സെൻട്രിക് എന്നുള്ളതിനെ പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് സ്റ്റുഡൻറ് സെൻട്രിക് ആണ്. സോ ഇതാണ് തെറ്റായ പ്രസ്താവന. ഇപ്പോൾ സ്റ്റുഡൻറ് സെൻട്രിക് എന്ന് പറയുന്നത് നല്ല മെത്തേഡാണ്. അതുപോലെ അധ്യാപകൻ കുട്ടികളെ ഇതാക്കുന്നതും കുട്ടികളെ ഗൈഡ് ചെയ്യുന്നതൊക്കെ എന്താണ് നല്ലതായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇതാണ് 141 ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ഇഖ്തർ അഷാദ് അൻ മുവാസിഫാത്ത് ദക്കാ ഉ ഷഖ്സി, ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന അതിനുമായിട്ട് യോജിക്കാത്തത് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീസിൽ നിന്ന് ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണെന്നുള്ള. എന്താ ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ്? ദക്കാ ഉ ഷഖ്സി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാളുമായിട്ട് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇടപഴകാനൊക്കെ ഉള്ള ആ ഒരു ഇന്റലിജൻസിനെയാണ് ഇന്റർ പേഴ്സണൽ എന്ന് പറയുന്നത്. ഇൻട്രാ പേഴ്സണൽ ദക്കാഉൻ ദാത്തീൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സെൽഫായിട്ടുള്ള കാര്യങ്ങളെയാണ് പറയുന്നത്. അപ്പം ഇതിൽ ഓഡ് വൺ ഏതാണ്? അതായത് 3 ഒരു സ്വഭാവം ഉണ്ടാവും, ഒന്നതിൽ നിന്ന് മാറി നിൽക്കും അല്ലേ. ഓപ്ഷൻ എ, യഖ്ലി അൽ ഔഖാത്ത് ഫർദിയൻ, സമയങ്ങളൊക്കെ എന്താണ് വ്യക്തി ഒറ്റക്ക് ചെലവഴിക്കാം. നമ്മുടെ സമയങ്ങളൊക്കെ മറ്റുള്ളവരോടൊന്നും കൂടിക്കലരാതെ നമ്മൾ സ്വന്തമായിട്ട് സമയങ്ങൾ ഇങ്ങനെ വ്യക്തിപരമായിട്ട് ചെലവഴിക്കുക, അതെന്താണ്? അത് തീർച്ചയായിട്ടും ഇൻട്രാ പേഴ്സണൽ ആണ്. അതേസമയം അൽ അമലുൽ ഇജ്തിമായി, സോഷ്യൽ ആയിട്ടുള്ള വർക്ക്. സോഷ്യൽ വർക്കിൽ നമുക്കറിയാം സോഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്താണ് ഇന്ററാക്ഷൻ ആണ് വരുന്നത്. അതെന്താണ് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ദെൻ അൽ ഇഹ്സാസ് ബി മഷായറിൽ ആഖരീൻ, മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. ദാത്തു മഹാറത്തുൻ തവാസുലിയ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും നമുക്കൊരു മറ്റുള്ള ആളുകൾ കൂടുതൽ ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പം ഇത് 3 ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസിൽ പെടുന്നതാണ്. അതിൽ പെടാതെ നിൽക്കുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിൻ സിഫാത്ത് അൽ മുഅല്ലിം അന്നാജ്, ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. ഒരു സക്സസ്ഫുൾ ടീച്ചറുടെ ക്വാളിറ്റിയിൽ പെടുന്നത് അൽ അഹ്ദാഫുൽ മുബ്ഹിമ, അവ്യക്തമായിട്ടുള്ള ഗോളുകള്, അതൊരു നെഗറ്റീവ് അല്ലേ. ദെൻ അറൂഹ സൽബിയ, നെഗറ്റീവായിട്ടുള്ള ഒരു ആത്മാവ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരാള്, അത് നെഗറ്റീവാണ്. ദെൻ മുഅഖബത്തു തുല്ലാബ്, കുട്ടിയെ ശിക്ഷിക്കുക എന്നുള്ളതും ഒരു നെഗറ്റീവ് ആയിട്ടുള്ളതാണ്. അൽ ഇസ്തിമാ ഇലത്തുല്ലാബ്, കുട്ടികളെ ശ്രദ്ധിക്കുക, കുട്ടികളെ ലിസൺ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും പോസിറ്റീവാണ്. അപ്പം അതാണ് അവിടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഖ്തർ അത്തസ്രീഹ് അൻ ഖസാഇസ് തഖ്വീം, ഇവാലുവേഷന്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടുള്ള പ്രസ്താവന. തഖ്വീം അമലിയ മുസ്തഖില്ല, ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ദെൻ തഖ്വീം അമലിയ മുസ്തമിറ, ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ദെൻ ഇവാലുവേഷൻ അമലിയ വഹീദ ലിൽ ജാനിബിൽ മാറഫി, കോഗ്നിറ്റീവ് സൈഡിലേക്ക് ഉള്ള ഒരൊറ്റ പ്രോസസ്സാണ്. കോഗ്നിറ്റീവ് സൈഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രോസസ്സാണ് ഇവാലുവേഷൻ. അസാനി വസാലിസ്മാൻ, 2ഉം 3ഉം ഒരുമിച്ചിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുപോലെ കോഗ്നിറ്റീവ് സൈഡും മനസ്സിലാക്കാനുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ് ഇവാലുവേഷൻ. ഓക്കെ, നെക്സ്റ്റ്, അന്നൽ ഇൻസാൻ കായിനുൻ ഇജ്തിമായി ലാ യസ്തതിഉ അൽ ഫക്കാക് മിൻ അസ്റിൻ ജമാഅ ഹാദ തസ്രീഹ് യുഷീറു ഇല. അതുപോലെ ഒരു പ്രസ്താവന അവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കായിനുൻ ഇജ്തിമായി, ആ മനുഷ്യൻ എന്താണ്, ഒരു സോഷ്യലായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഒരു ജീവിയാണ്. ലാ യസ്തതിഉൽ ഫക്കാക് മിൻ അസ്റിൻ ജമാഅ, ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ടീം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന ആ ഒരു ബന്ധനത്തിൽ നിന്ന് തകർക്കാൻ സാധിക്കാത്ത, അതായത് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കൂട്ടായ്മ എന്നതിനെ തകർക്കാൻ പറ്റാത്ത ഒന്നാണ് മനുഷ്യൻ എന്ന് പറയുന്നു. ഇതെന്തിനാണ് ഈ പ്രസ്താവന പറയുന്നത്? വലീഫത്ത് താരിഖിയ, എന്താണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷന് പറയുന്നു. വലീഫത്തു തഫാലിയ, ഇന്ററാക്ഷണൽ ആയിട്ടുള്ളതിന്. വലീഫത്തു ഷഖ്സിയ, പേഴ്സണൽ. വലീഫത്തുൽ ഇഅ്ലാമിയ, ഇഅ്ലാമിയ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷണൽ. നമുക്കറിയാം ഇതെന്താണ്, വലീഫത്തു തഫാലിയ, ഇന്ററാക്ഷണൽ ആയിട്ടുള്ള ഒരു വലീഫത്താണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ള ആ ഒരു ഫംഗ്ഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ തഫാവലിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോഷ്യൽ എന്നുള്ളതിനോട് കണക്ട് ചെയ്ത കീട്ടമാണ് തഫാവലിയ എന്ന് പറയുന്നത്. മുമ്പത്തെ ക്വസ്റ്റ്യനിലും നമ്മൾ എന്ത് ചെയ്തു, ഇന്റർ പേഴ്സണൽ സ്കിൽ എന്നുള്ളിടത്തും അത് ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഇഖ്തർ അത്തഖുമുൽ ഖാത്തി, തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാൻ. അസബൂറത്തു തഫാവലിയ, ഇന്ററാക്റ്റീവ് ബോർഡ്, ഒരുപാട് മുമ്പുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത്താലം അൽ മഫ്തൂഹ് അൻ ബഅദ്, ഡിസ്റ്റൻസ് ഓപ്പൺ ലേണിംഗ് എന്നുള്ളത്. വസായിത്തുൽ ഇഅ്ലാം അൽ മുതഅദ്ദിദ, അങ്ങനെ പറഞ്ഞാൽ എന്താണ്,
ഇവിടെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നാ തന്നത്. വസായത്തുൽ ആലാം അൽ മുതഅദ്ദിദ എന്ന് പറഞ്ഞാൽ മൾട്ടിമീഡിയക്കാണ് പറയുന്നത്. ദെൻ അദ്ദൗറാത്തു ദിറാസിയൽ മഫ്തൂഹ അലൽ ഇന്റർനെറ്റ്, മൂക്ക് എന്ന് പറഞ്ഞാൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, അൽ മുറാദ് ബി തവാസുൽ ഷഫഹി, വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെർബായിട്ട് നമ്മുടെ സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ എഴുത്തിലൂടെയോ വാക്കുകളായിട്ടുള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഇസ്തിഖ്ദാമുൽ ഈമാഅത്ത്, നമ്മൾ ഈമാഅത്തുകൾ, ഇഷാറാത്തുകൾ, ആംഗ്യങ്ങളും സിഗ്നലുകളൊക്കെ കാണിക്കുന്നത് എന്താണ്? അത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ഇസ്തിഖ്ദാമുൽ അസ്വാത്ത് വൽ കലിമാത്ത്, സൗണ്ടുകളും പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇസ്തിഖ്ദാമു റുമൂസുൽ കിതാബിയ, അതുപോലെ എഴുത്തിന്റെ അക്ഷരങ്ങളൊക്കെ സിംബൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഭാഗികമായിട്ട് അവിടെ വരുന്നത്. ദെൻ ഇസ്തിഖ്ദാമു ലുഗത്തുൽ ജസദ്, നമ്മുടെ ശരീരഭാഷ ഉപയോഗിക്കുന്നത്, ആംഗ്യങ്ങൾ ഉപയോഗിക്കുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ്, അൽ മനഹജ് ദിറാസി യുസായിദു അല തൻമിയത്തി ഖുദറാത്ത് വ മഹാറാത്തുൽ മുതഅല്ലിം അല, അതായത് മനഹജ് ദിറാസി നമ്മുടെ സിലബസ്, കരിക്കുലം, ഇത് എന്താണ്? മുതഅല്ലിം സ്റ്റുഡൻറ്റിൻ്റെ സ്കില്ലിനെയും അതുപോലെ അവൻ്റെ കഴിവുകളെയൊക്കെ വളർത്താൻ എന്ത് ചെയ്യുന്നുണ്ട്? സാധിക്കുന്നുണ്ട്. അല താമുൽ മാ സൗറത്തുർ റഖ്മിയ, അതായത് ഇവിടെ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ, അൽ മനഹജ് ദിറാസി യുസായിദു അല തൻമിയത്തി ഖുദറാത്തിൻ വ മഹാറാത്തിൽ മുതഅല്ലിം അല, അതായത് ഇവിടെ പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് സ്റ്റഡി ഇവിടെ പറയുന്നുണ്ട്, ഒരു സിലബസ് പറയുന്നുണ്ട്. ആ ഒരു സിലബസ് കുട്ടിയുടെ സ്കില്ലുകൾ, മഹാറാത്തുകളും ഖുദറാത്തുകളൊക്കെ വളർത്താൻ സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഏത് സ്കില്ലാണ്? താമൽ മാ സൗറത്തുർ റഖ്മിയ, നമ്മളുടെ ഡിജിറ്റൽ വിപ്ലവത്തോട് എന്താ താമൽ ഇതിനോട് സഹകരിച്ചുകൊണ്ട്, ഇടപഴകിക്കൊണ്ട്, അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ബോർഡ്സും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? കുട്ടിയുടെ കൂടുതൽ സ്കില്ലുകളും കഴിവുകളും അവിടെ വളർത്തുന്നില്ലേ? അതുപോലെ തന്നെ തക്ഫീർ അല്ല, തഫ്കീറുൽ അൽമി, കുട്ടിയുടെ വൈജ്ഞാനികപരമായിട്ടുള്ള ചിന്തയെ എന്ത് ചെയ്യുക? അണക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നെഗറ്റീവ് ടേം ആണ്, നമുക്കറിയാം. ദെൻ അൽ ഖുലുവ അനിൽ ആലമിൽ ഖാരിജി, നമ്മുടെ പുറത്തുള്ള ലോകത്തിൽ നിന്നും ഒഴിഞ്ഞിരുന്നിട്ട് കുട്ടിയെ വെറും ഒരു കൂട്ടിലടച്ച തത്തയെ പോലെ പഠിപ്പിക്കുക, അതും നെഗറ്റീവാണ്. അസാനി വസാലിസ് മാൻ, 2ഉം 3ഉം എന്ന് പറയുന്നതും തെറ്റാണ് എന്നുള്ള അറിയാം. സോ ആൻസർ ഈസ് എ. ദെൻ മിൻ അഹമ്മിയത്തുൽ അൻഷിത്തത്തുൽ മദ്രസിയ, സ്കൂൾ ആക്ടിവിറ്റീസിയുടെ ഇമ്പോർട്ടൻസിൽ പെടുന്നത്. സ്കൂൾ ആക്ടിവിറ്റീസിൽ ഫഷ്ലു തുല്ലാബ് അൽ മുത്തഖല്ലിഫീൻ, എന്താണ്? സ്കൂൾ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫഷ്ലു തുല്ലാബ് അൽ മുത്തഖല്ലിഫീൻ, പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പരാജയപ്പെടുത്തുക. നമ്മൾ പല ആക്ടിവിറ്റീസ് നടത്തുന്ന കുട്ടികളെ പരാജയപ്പെടുത്തുന്നു. ദെൻ യസ്ദാദുൽ ഖജ്ൽ, കുട്ടിയിൽ എന്ത് ചെയ്യുന്നു? ഷൈനസ്, കൂടുതൽ ലജ്ജ വർദ്ധിപ്പിക്കുന്നു. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ നെഗറ്റീവ് ടേമാണ്. അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതോടുകൂടി കുട്ടികളുടെ ലജ്ജയൊക്കെ കുറഞ്ഞ് കൂടുതൽ അവരെന്ത് ചെയ്യുന്നു? ആക്റ്റീവായി പല കാര്യങ്ങളിലേക്കും ഇൻവോൾവ് ചെയ്യല്ലേ ചെയ്യുന്നത്. ദെൻ തഷ്ജിഉ തുല്ലാബ് ഫിൽ മുസാബഖാത്ത്, കുട്ടികൾ എന്താണ്? മത്സരത്തിലൊക്കെ അവരെ നല്ല പ്രോത്സാഹനം വരുന്നുണ്ട് അവർക്ക് അല്ലെ. ജമിഉ മാ ദക്കർ, മുകളിൽ പറഞ്ഞതെല്ലാം എല്ലാം കൂടി സെലക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് രണ്ടും നെഗറ്റീവാണ് പറയുന്നത്, ഇതൊരു പോസിറ്റീവാണ് പറയുന്നത്. സോ സി ഈസ് ദ ആൻസർ. Then تتعلق صعوبات التعلم النمائية developmental learning disabilities. ഡെവലപ്മെന്റൽ ലേണിംഗ് ഡിസബിലിറ്റീസ് താഴെ പറഞ്ഞ ഏതുമായി ബന്ധപ്പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഡെവലപ്മെന്റൽ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികൾക്കും അവരുടെ വളർച്ചാപരമായിട്ട് പഠനത്തിൽ പല പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് അവരുടെ ശരീരം അല്ലെങ്കിൽ അവരുടെ തലച്ചോറ് അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് പല ഡിസബിലിറ്റീസും അവരിലേക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലായിഫ് ദിമായ അവരുടെ സെറിബെല്ലം അല്ലെങ്കിൽ സെറിബ്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഡെവലപ്മെന്റൽ ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ അവിടെ എ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാര്യമായിട്ട് എന്ത് വരുന്നത്,
കേട്ടറ്റ് എക്സാമിൽ ഈ പ്രാവശ്യം കാറ്റഗറി 3 ചോദിച്ചിട്ടുള്ളത്. വളരെ കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഏതൊരു എക്സാമിനും വരുന്ന പോലെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് മാത്രം കൺഫ്യൂഷൻ വരുത്തുന്ന തരത്തിലുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം വന്നു എന്ന് മാത്രം. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും സദാ വരുന്ന പാറ്റേണിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ശുക്രൻ ലക്കും ലിഹസ്നിസ്തിമായിക്കും.